ബാറ്റിങ്, ഫീൽഡിങ്, ബോളിങ് എല്ലാം അതിൻ്റെ പീക്കിലെത്തിയ ഒരു മാച്ച്. എൻ്റർടൈൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ ത്രില്ലർ എൻ്റർടൈൻമെൻറ്റ് മാച്ച്. ഇന്നലത്തെ കളിയിലെ എൻ്റെ മാൻ ഓഫ് ദ മാച്ച് മറ്റാരുമല്ല, ജാസ്പ്രീത് ബുംറ. ബുംറ ഇറങ്ങിയ 16-ാമത്തെയും 18-ാമത്തെയും ഓവർ, വാട്ട് എ പ്ലെയർ മാൻ. ആ ഓവറിലാണ് ഇന്ത്യ കളി ജയിച്ചത്. 40 ഓവറുകളിലായിട്ട് 499 റൺസ് പിറന്ന ഇന്നലത്തെ മാച്ചിൽ ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ 20 ഓവറിൽ 253 റൺസാണ് എടുത്തത്. അതിൽ സഞ്ജു സാംസന്റെ ഒരു മാസ്റ്റർ ക്ലാസ് ഇന്നിങ്സ്, 42 ബോളിൽ 89 റൺസ്. ഈഡൻ ഗാർഡൻസിലെ ആ മാരക ഫോം വാങ്കഡയിലും തുടർന്നു സഞ്ജു സാംസൺ. അതിനുശേഷം നമ്മുടെ ഇഷൻ കിഷൻ 18 ബോളിൽ 39 റൺസ്. സ്ഥാനക്കയറ്റം കിട്ടി വന്ന ശിവൻ ദുബെ 25 ബോളിൽ 43 റൺസ്. ഹാർദിക് പാണ്ഡ്യ 12 ബോളിൽ 27 റൺസ്. അഞ്ചാമനായി ഇറങ്ങിയ തിലക് വർമ്മ 7 ബോളിൽ 21 റൺസ്. അങ്ങനെ ബാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പ്ലേ മാത്രമായിരുന്നില്ല, എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തൊരു മാച്ചായിരുന്നു ഇന്നലെ. അങ്ങനെ 253 എന്ന കൂറ്റൻ സ്കോർ ചേസ് ചെയ്യാനിറങ്ങിയ ഇംഗ്ലണ്ടിന് ആദ്യം തന്നെ അടിപതറി. ജോസ് ബട്ട്ലറും ഫിലിപ്പ് സോൾട്ടും ഹാരി ബ്രൂക്കും ഒക്കെ വലിയ തുടക്കം നൽകാതെ പുറത്തായെങ്കിലും പിന്നീട് വന്ന ജേക്കബ് ബദേലും വിൽ ജാക്സും ചേർന്ന് കളി ബിൽഡ് ചെയ്തു. ഒരു 10 ഓവറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം കണ്ട സീനൊക്കെ മാറി. ഏതാണ്ട് 125 റൺസൊക്കെ ആയി 10 ഓവറിൽ. അപ്പോഴത്തേക്ക് ഇന്ത്യൻ ആരാധകരൊക്കെ വാങ്കഡയിൽ നിശബ്ദരായി. പിന്നെ അങ്ങോട്ട് ബദേലിൻ്റെ വിളയാട്ടം തന്നെയായിരുന്നു. ഒരു ഘട്ടത്തിൽ ഇന്ത്യ ഈ കളി കൈവിടുമെന്ന് തന്നെ നമ്മൾ വിചാരിച്ച സ്ഥലത്തു നിന്നാണ് നമ്മുടെ ജാസ്പ്രീത് ബുംറ ഇന്ത്യക്ക് വേണ്ടി ആ കളി പിടിച്ചു തന്നത്. അത് നമ്മളെപ്പോഴും പറയുന്ന പോലെ ക്യാച്ചസ് വിൻ മാച്ചസ് എന്ന് പറയുന്നത് ഇന്നലെ കറക്റ്റായിരുന്നു. ഇന്ത്യക്ക് അക്സർ പട്ടേൽ എടുത്തു കൊടുത്ത 2 ക്യാച്ചായിരുന്നു ഇന്ത്യയെ ജയിപ്പിച്ചത്. അവർക്ക് സഞ്ജു സാംസൺ ഡ്രോപ്പ് ചെയ്തപ്പം അവർക്ക് ആ മാച്ച് ലൂസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഓൾ ടുഗദർ ഇന്ത്യക്കൊരു കിടിലൻ ദിവസമായിരുന്നു. ഇംഗ്ലണ്ട് നമ്മളെ വിറപ്പിച്ചെങ്കിലും ലാസ്റ്റ് നമ്മൾ കളി തിരിച്ചു പിടിച്ചു. അങ്ങനെ ഇന്ത്യ ഗോസ് ടു ഫൈനൽ. ന്യൂസിലൻഡ് ഇന്ത്യ മാച്ച് നമുക്ക് അഹമ്മദാബാദിൽ വെച്ച് ഞായറാഴ്ച കാണാം.